അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഈ പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തീരുമാനം, ഇന്ത്യയുടെ പരമോന്നതമായ അധികാരം, പരമാധികാരം ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമസി, നയതന്ത്രം, നമ്മുടെ യാതൊരു ചേരിയിലും പെടാത്ത തരത്തിലുള്ള നയതന്ത്ര രീതി, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ട്രംപ് നേരിട്ട് ഇതിലൊരു തീരുമാനമെടുത്തതാണ്, നമ്മളത് ശിരസാ വഹിച്ചു എന്ന ആരോപണം ഉന്നയിക്കപ്പെടുകയുണ്ടായി തുടർച്ചയായി. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു ലോക നേതാവും വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. ജെ ഡി വാൻസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ശക്തമായ തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുമ്പെടുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ വെടിയുണ്ടയ്ക്ക് മറുപടി വെടിയുണ്ടയാണ്, അതിനപ്പുറത്തേക്ക് അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അവസാനം പാകിസ്ഥാൻ യാചിക്കേണ്ടി വന്നു, വെടിനിർത്തലിന് വേണ്ടി യാചിക്കേണ്ടി വന്നു, അപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളത് പാർലമെന്റിൽ തന്നെ അസന്നിഗ്ധമായ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയായോ? ഇനി ഒന്നും പറയാനില്ല. കാശ്മീരിന്റെ വിശേഷാധികാരം എടുത്തു കളഞ്ഞപ്പോ ഏറ്റവും ആധികാരികമായിട്ട് ബി.ജെ.പിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞത്, ഇനി കാശ്മീരിൽ ഒരു അക്രമ സംഭവം ഇല്ല, നിങ്ങൾ കാശ്മീരിലേക്ക് നോക്കൂ, അവിടെ 1950-കൾക്ക് ശേഷം സമാധാനം പുലർന്നിരിക്കുന്നത് ഇപ്പോഴാണ്. അത് കാശ്മീരിനെ കീറി മുറിച്ച ഞങ്ങളുടെ തീരുമാനത്തെ എതിർത്തവരെല്ലാം നോക്കൂ കാശ്മീരിലേക്ക് എന്നതാണ്. അങ്ങനെ ഉള്ള പ്രസ്താവനയൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 26ഓളം വരുന്ന ടൂറിസ്റ്റുകളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഏതായാലും പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ കിലോമീറ്ററുകൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി പട്ടാള ക്യാമ്പിന്റെ സമീപത്ത് വെച്ച് പകൽഗ്രാമിൽ വെച്ചിട്ടാണ് ഈ ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കിയത്. ഏതായാലും ഈ 3 മാസത്തിനിടയിൽ ഏതെങ്കിലും ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തതായി ഗവൺമെന്റിന് ക്ലെയിമില്ല. ഈ 2-3 ദിവസം യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായപ്പോൾ ഏതെങ്കിലും തീവ്രവാദികളെ, ഈ ഓപ്പറേഷനിൽ ഇടപെട്ട തീവ്രവാദികളെ കൊന്നുകളഞ്ഞതായിട്ടും ഒരു തരത്തിലുള്ള ക്ലെയിമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പിന്നെ എന്തുകൊണ്ടാണ് 4-ാം ദിവസം യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പുറകിലേക്ക് പോയത്? പാക് അധീന കാശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾ തകർത്തോ, തീവ്രവാദികളെ കയ്യോടെ പിടികൂടിയോ, തീവ്രവാദികളെ കൊന്നോ, ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ കഴിഞ്ഞോ എന്നതിനെ കുറിച്ച് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ പാർലമെന്റ് സമ്മേളനം നേരത്തെ തീരുമാനിച്ചു, പാർലമെന്റിന്റെ ചർച്ചയ്ക്കുള്ള ടൈമും തീരുമാനിച്ചു. ആ സമയത്താണ് ഇന്നലെ ഓപ്പറേഷൻ മഹാദേവ് സംഭവിച്ചതായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോ ഈ 4 മാസം ഈ തീവ്രവാദികൾ എവിടെയാണ് ഒളിച്ചിരുന്നത്? ഈ ഓപ്പറേഷൻ മഹാദേവ് പാകിസ്ഥാനിൽ പോയിട്ടല്ലല്ലോ നടത്തിയേ, ഈ കാശ്മീരിൽ തന്നെയല്ലേ നടത്തിയേ. അപ്പോൾ ആ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട 26 ടൂറിസ്റ്റുകളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആ ഭീകരവാദികൾ, അതിന് നേതൃത്വം കൊടുത്ത ഭീകരവാദികൾ ഈ 3.5 മാസം ഈ ഇന്ത്യയിൽ തന്നെ, കാശ്മീരിൽ തന്നെ ഒളിച്ചിരുന്നു എന്നതാണോ കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെടുന്നത്? ഇന്ന് പാർലമെന്റിൽ ഇത്തരത്തിൽ നിരവധി ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ വൈകാരികമായിട്ട് മറുപടി പറഞ്ഞ് കൃത്യമായിട്ട് ആ ചർച്ചയുടെ അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോകുന്ന അതേ രീതി തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും തുടർന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചു, ട്രംപ് എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ടു? മൂന്നാമതൊരു കക്ഷി ഇടപെടണം എന്നൊരു അഭിപ്രായം ഇന്ത്യക്കില്ലല്ലോ. ഇതുവരെ ഈ 3.5 മാസത്തിനിടയിൽ ട്രംപ് തന്നെ ഒരു 15-20 സ്ഥലത്ത് പറഞ്ഞു, ഞാനാണ് ഈ പ്രശ്നം പരിഹരിച്ചത്, ഞാനാണ് ഈ പ്രശ്നം പറഞ്ഞത്. ഇപ്പൊ ഈ പാർലമെന്റിൽ വലിയ ചർച്ച ഉയർന്നു വന്നപ്പോ മറ്റൊരാൾ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞും ചോദ്യങ്ങളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഒരു തീവ്രവാദിയെ പോലും അതിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. 26ഓളം ഏറ്റവും സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയവർ, അവർ രക്ഷപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അവർ തുടർന്നു എന്നുള്ള രൂപത്തിലും വാർത്തകൾ വരികയാണ്. ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞേ പറ്റൂ.